ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ലാൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ലാൻഡ് ഗ്രാൻറ്റ്സ് ഗിവൺ ബൈ ദ കിങ്? രാജാക്കന്മാർ കൊടുത്തിരുന്ന ലാൻഡ് ഗ്രാൻറ്റ്സിൻ്റെ പർപ്പസ് എന്തായിരുന്നു? ഇപ്പോൾ ലാൻഡ് ഗ്രാൻറ്റ്സ് വന്നിട്ട് രാജാക്കന്മാർ ബ്രാഹ്മിൺസിന് കൊടുത്തിരുന്നത് അവർക്ക് വിജയം കൈവരാനും അതുപോലെ തന്നെ ലോങ് ലൈഫും വെൽബീയിങ്ങിനൊക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഗ്രാൻറ്റ്സ് ഈ ലോകത്തിലും അതുപോലെ ആഫ്റ്റർ ലൈഫിലും പീസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ പകരം സർവീസിന് വേണ്ടിയിട്ട് ലാൻഡ് കൊടുത്തിരുന്നു. ഈ ഒരു പ്രാക്ടീസ് വന്നിട്ട് രാജാക്കളുടെ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചു. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The king gave land grants to Brahmins to achieve victory, a long life and well-being. These grants were also made to ensure peace in this world and the afterlife. Sometimes land was given as a reward for services instead of cash payment. This practice also helped kings to establish their legitimacy and authority. Question: When did the practice of land grants start and why? എപ്പോഴാണ് ലാൻഡ് ഗ്രാൻഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ്? ഇപ്പം ലാൻഡ് ഗ്രാൻഡ്സ് പറഞ്ഞ പ്രാക്ടീസ് മൗര്യൻ പീരീഡിലാണ് വൈഡ് സ്പ്രെഡ് ആയത്. ഇത് വന്നിട്ട് സൊസൈറ്റിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രാഹ്മിൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സതവാഹനാസാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഫോർത്ത് സെഞ്ച്വറി CE ഗുപ്താസിൻ്റെ അണ്ടറിൽ ഈ ഒരു പ്രാക്ടീസ് വന്നിട്ട് വളരെ കോമൺ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The practice became widespread in the post-Mauryan period. The Satavahanas started it to please the Brahmins who were powerful in society. It became even more common under the Guptas in the 4th century CE. Question: Discuss the characteristics of the Samanta system that came into existence during the Gupta period. Gupta period സമയത്ത് നിലവിൽ വന്ന സമാന്ത സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഗുപ്താസ് വന്നിട്ട് കുറേ ടെറിട്ടറീസ് കോൺകേർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കോൺകേർഡ് ചെയ്തെങ്കിലും ആ ഒരു ടെറിട്ടറീസിലുള്ള ലോക്കൽ റൂളേഴ്സിനെ അവിടെ റൂൾ ചെയ്യാൻ അവർ അലോ ചെയ്തു. അപ്പോൾ ഈ സബോർഡിനേറ്റ് റൂളേഴ്സിനെയാണ് സമാന്താസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ സമാന്താസ് വന്നിട്ട് അവരുടെ ഏരിയാസിൽ തന്നെ അവർ റൂൾ ചെയ്തു. പക്ഷേ ഗുപ്ത കിങ്സ് വന്നിട്ട് അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലൊന്നും ഇൻ്റർഫിയർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Guptas conquered many territories but allowed the local rulers to continue ruling. These subordinate rulers were known as Samantas. The Samantas were given autonomy in their own areas. The Gupta kings did not interfere in their local administration or matters of succession. Question: What were the main craft during Gupta period? ഗുപ്ത പീരീഡിൽ ഉണ്ടായിട്ടുള്ള മെയിൻ ക്രാഫ്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഗുപ്ത പീരീഡിലുള്ള മെയിൻ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പോട്ടറീസ് ആണ്. പിന്നെ ജനങ്ങൾ വന്നിട്ട് ഗോൾഡും സിൽവറും അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജ്വല്ലറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഗ്ലാസ് വെയറും അതുപോലെ സിൽക്ക്, കോട്ടൺ, ടെക്സ്റ്റൈൽസ് ഒക്കെയാണ് മറ്റ് മേജർ ക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ല് വന്നിട്ട് അവർ ഐവറിയിൽ നിന്നുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടാണ് തെളിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The main craft included pottery making using clay. People also made jewelry from gold, silver and precious stones. The production of glassware and silk and cotton textiles was also a major craft. Sculptures were carved from ivory, showing great artistic skill. Question: In which present Indian states are the important Gupta cities located? ഇപ്പോൾ നിലവിലുള്ള ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് ഗുപ്ത സിറ്റീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഗുപ്ത സിറ്റീസ് വന്നിട്ട് ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള പാട്ലിപുത്ര, വൈശാലി, കൗശംബിയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പിന്നെ വന്നിട്ട് ഉത്തർപ്രദേശിലുള്ള കനൗജ്, ശ്രവസ്തി അതുപോലെ മധുരയിലും നമ്മുടെ ഗുപ്ത സിറ്റീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പാട്ലിപുത്ര, വൈശാലി ആൻഡ് കൗസംബി ആർ ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ.
Kanauj, Shravasti and Madura are located in the states of Uttar Pradesh. Ujjaini is located in the state of Madhya Pradesh. Question. Compare the administrative systems of the Mauryas and the Guptas. മൗര്യാസിൻ്റെയും ഗുപ്താസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ മൗര്യാസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ സെൻട്രലൈസ്ഡ് ആണ്. അതായത് കിങ് ആണ് ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്. അതായത് ഗുപ്താസ് വന്നിട്ട് അവർ കോൺകേർ ചെയ്ത റൂളേഴ്സ്, അതായത് സമാൻദാസിനെ തന്നെയാണ് ഓരോ ടെറിട്ടറീസും റൂൾ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ മൗര്യാസ് വന്നിട്ട് എംപയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി തന്നെ ഉണ്ട്. അതേസമയം ഗുപ്താസ് വന്നിട്ട് ലോക്കൽ ചീഫ്സും സമാൻദാസിന്റെ മേലേക്ക് റിലേ ചെയ്തിട്ടായിരുന്നു റൂള് നടത്തിയിരുന്നത്. അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Mauryan administration was highly centralized, with the king controlling everything directly. The Gupta administration was more decentralized. The Guptas allowed conquered rulers called Samandas to govern their own territories with autonomy. The Mauryas had a vast bureaucracy to manage the empire, while the Guptas relied on local chief and Samandas. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question. What are the features of architecture during Gupta period? ഗുപ്ത പീരീഡിലുള്ള ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഗുപ്ത പീരീഡിലുള്ള ആർക്കിടെക്ചറിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോൺസും ബ്രിക്സും യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ ടെമ്പിൾസിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇതിനൊരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഡിയോഗാറിലുള്ള ദശാവതാര ടെമ്പിൾ ആണ്. അപ്പൊ ഈ ഓരോ ടെമ്പിൾസിലും നമുക്ക് ടവർ ലൈക്ക് സ്ട്രക്ചർ അതിന്റെ ടോപ്പിൽ കാണാൻ കഴിയും. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയിലുള്ള ടെമ്പിളിന്റെ സ്റ്റൈൽസിന്റെ ഒക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗുപ്ത ആർക്കിടെക്ചർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A key feature was the construction of structural temples using stone and bricks for the first time. These temples, like the Dashavadara temple at Diyoga, had carved entrances and sculptures. The temples often had a main shrine with a tower-like structure on top. Gupta architecture laid the foundation for future temple styles in India. Question. Evaluate the contribution made to the field of science during the Gupta period. ഗുപ്ത പീരീഡിൽ സയൻസ് ഫീൽഡിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഗുപ്ത പീരീഡിലാണ് സയൻസിൽ കുറേ അച്ചീവ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ വന്നിട്ട് ആര്യഭാട്ടിയൻ, അത് ആര്യഭട്ട വന്നിട്ട് ആസ്ട്രോണമിയിലും മാത്തമെറ്റിക്സിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു ബുക്കിലുള്ളത്. പിന്നെ മെറ്റലർജി എടുക്കുകയാണെങ്കിൽ മെഹ്റോളിയിലുള്ള അയേൺ പില്ലറാണ് ഇതിന് ബെറ്റർ എക്സാമ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പില്ലർ വന്നിട്ട് സെഞ്ചുറീസ് ആയിട്ട് അവിടെ തന്നെ നിലനിൽപ്പുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു തുരുമ്പ് പോലും വന്നിട്ടില്ല. ഇത് വന്നിട്ട് ആ കാലത്തെയുള്ള ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ് ആണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Gupta period saw great achievements in science. Aryabhatta made important contributions to astronomy and mathematics in his book Aryabhatiya. In metallurgy, the iron pillar at Mehroli is a prime example of advanced skill. This pillar has stood for centuries without resting, showing their technological expertise. Question. Discuss the economic changes brought about by the spread of the land grant system to South India. സൗത്ത് ഇന്ത്യയിലുള്ള ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിൻ്റെ സ്പ്രെഡോടുകൂടി എക്കണോമിക്കലി വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം സൗത്ത് ഇന്ത്യയിൽ വന്നതോടുകൂടി സൗത്ത് ഇന്ത്യയിൽ അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്തു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നോർത്തിൽ നിന്നുള്ള ബ്രാഹ്മിൻസ് വന്നിട്ട് അഗ്രികൾച്ചറൽ ടെക്നോളജീനെ കുറിച്ചുള്ള കൂടുതൽ നോളേജ് സൗത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. സർപ്ലസ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ വന്നിട്ട് ഇന്റേണൽ ട്രേഡിന്റെ ഗ്രോത്തിനെ ലീഡ് ചെയ്തു. മഹാബലിപുരം പോലെയുള്ള പോർട്സുകളൊക്കെ ബിസി ആയിട്ടുള്ള ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് മാറുകയും അതുമൂലം കിങ്ഡത്തിന് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The land grant system helped expand agriculture in South India. This was because Brahmins from the north brought knowledge of agricultural technology. The surplus food production led to the growth of internal and maritime trade.
Ports like Mahabalipuram became busy trade centers, increasing the kingdom's revenue. Question: what was the difference between land grants given by the Satavahanas and the Guptas? Satavahanas കൊടുത്തിട്ടുള്ള ലാൻഡ് ഗ്രാൻസും അതേസമയം ഗുപ്താസ് കൊടുത്തിട്ടുള്ള ലാൻഡ് ഗ്രാൻസിന്റെയും ഡിഫറൻസ് എന്താണ്? ഇപ്പൊ സതവാഹനാസ് വന്നിട്ട് ലാൻഡിന്റെ റിസോഴ്സ് മാത്രമുള്ള റൈറ്റ്സ് ആണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. പക്ഷെ ഗുപ്തന്മാർ വന്നിട്ട് ലാൻഡിന്റെ റിസോഴ്സും ആൾക്കാർക്കുമുള്ള റൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇതുകൊണ്ട് പുതിയ ലാൻഡ് ഓണേഴ്സിന് അഡ്മിനിസ്ട്രേറ്റീവ് പവറും കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് സതവാഹനാസ് പീരീഡിനേക്കാളും ഗുപ്താസ് പീരീഡിലുള്ള ലാൻഡ് ഓണേഴ്സിന് കൂടുതൽ കൺട്രോൾ കിട്ടിയത്. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Satavahanas gave the right to the resources of the land only. The Guptas, however, transferred rights over the land's resources and also the people. This means the new landowners under the Guptas also had administrative power. This gave the landowners more control compared to the Satavahana period. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: what was Indian feudalism? ഇന്ത്യൻ ഫ്യൂഡലിസം പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ഗ്രാൻസിന്റെ പ്രാക്ടീസ് വൈഡ് സ്പ്രെഡ് ആയതോടുകൂടി പവർഫുൾ ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഫാമേഴ്സിനും ലേബറേഴ്സിനും അവരുടെ ലാൻഡിൽ യാതൊരു റൈറ്റ്സും ഇല്ലാതെയായി മാറി. ഇവർക്ക് വന്നിട്ട് ഈ ലാൻഡ് ലോഡ്സിന് കൂടുതൽ സർവീസസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു സോഷ്യലും എക്കണോമിക് സിസ്റ്റത്തിനെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The widespread practice of land grants created powerful landlords. The farmers and laborers who worked on the land became rightless dependents. They were bound to the land and had to provide free services to their masters. This social and economic system has been called Indian feudalism. Question: what were ശ്രേണീസ് or guilds? ഗിൽഡ്സ് അല്ലെങ്കിൽ ശ്രേണീസ് പറഞ്ഞാൽ ആരാണ്? ഗിൽഡ്സ് അല്ലെങ്കിൽ ശ്രേണീസ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻ്റെയും അതുപോലെ ട്രേഡേഴ്സിൻ്റെയും അസോസിയേഷൻ ആണ്. സെയിം ക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവർ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെയിൽസ് ഒക്കെ മാനേജ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ശ്രേണീസ് or guilds were association of craftsmen and traders. People engaged in the same craft or trade formed these groups. Their responsibilities included collecting raw materials and controlling production. They also managed the marketing and sale of finished goods. Question: why did many major towns decline during the later Gupta period? എന്തുകൊണ്ടാണ് ഗുപ്ത പീരീഡിൽ കുറെ മേജർ ആയിട്ടുള്ള ടൗണുകൾ ഡിക്ലൈൻ ചെയ്തത്? ഇപ്പോൾ റോമൻ എംപയറിന്റെ ഫോളോട് കൂടി ഇന്ത്യയിലുള്ള ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തു. ഇതിന് സംഭവിക്കാൻ കാരണം എന്താ വെച്ചാൽ വെസ്റ്റേണേഴ്സ് വന്നിട്ട് ചൈനീസിൽ നിന്ന് സിൽക്ക് മേക്കിംഗ് ടെക്നിക്ക് പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഡിക്ലൈൻ വന്നിട്ട് ഫോറിൻ ട്രേഡും അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിൻ്റെ ഒരു ഡിക്ലൈൻ വന്നിട്ട് ഇന്റേണൽ ട്രേഡിനെ വളരെയധികം എഫക്റ്റ് ചെയ്തു. ഇത് വന്നിട്ട് കൗസംബി, മധുര, ഉജ്ജയിൻ പോലെയുള്ള മേജർ സിറ്റീസിൻ്റെ നാശത്തിന് കാരണമായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. India's foreign trade declined after the fall of the Roman Empire. This happened because Westerners learned the technique of silk making from the Chinese. The decline in foreign trade also hurt internal trade. This led to the decay of major cities like Kausambi, Madura, and Ujjaini. Question: how did the caste system become more complex during the Gupta period? Gupta period എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം കോംപ്ലക്സ് ആയി മാറിയത്? അപ്പൊ ഗുപ്ത പീരീഡിൽ വന്നിട്ട് പുതിയ ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് എമേർജ് ചെയ്ത് വന്നു. അപ്പോൾ നിലവിലുള്ള വർണ്ണ സിസ്റ്റത്തിന് ഈ എല്ലാ ഗ്രൂപ്പ്സിനും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ഓക്യുപ്പേഷണൽ ഗ്രൂപ്പും പുതിയൊരു ജാതി അല്ലെങ്കിൽ സബ് കാസ്റ്റ് ആയിട്ട് മാറി. അതുപോലെ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സും അതുപോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളൊക്കെ പുതിയ ജാതീസായി ഫോം ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Many new occupational groups emerged during this period. The existing Varna system would not accommodate all of them. Each new occupational group became new Jadi or subcaste. Forest dwellers and children of intercaste marriages also formed new Jadis. Question. Name some famous literary works from the Gupta period. ഗുപ്ത പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഗുപ്ത പീരീഡിൽ കുറെ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതാണ് അഭിജ്ഞാന ശകുന്തളം, അതുപോലെ കുമാരസംഭവം, മൃച്ഛകാട്ടിക, തൃക്കാണ്ടി, അതുപോലെ അമരകോശം എന്നിവയൊക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Kalidasa wrote the famous drama Abhignana Shakuntalam and the poem Kumara Sambhava. Shudraka wrote the drama Mricha Kartika. Basa wrote the drama Swapna Vasavadatta. Question. What were the 6 systems of Indian philosophy formulated during Gupta period? Gupta period formulate ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയിൽ വരുന്ന 6 സിസ്റ്റംസ് ഏതൊക്കെയാണ്? അപ്പോൾ ഗുപ്ത പീരീഡിലുള്ള ഇന്ത്യൻ ഫിലോസഫിയിൽ വരുന്ന 6 സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് സമഖ്യയാണ്, പിന്നെ യോഗ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The 6 systems are Samakhya by Kapila and Yoga by Patanjali, Nyaya by Gautama and Vaisheshika by Kannada were also formulated. The other 2 systems are Vedanta by Badarayana and Mimamsa by Jaimini. These philosophies laid the foundation for Indian philosophical thought. Subscribe to this channel for more videos like this. Question. Who were Pallavas and the Pandyas? പല്ലവാസും പാണ്ഡ്യാസും ആരായിരുന്നു? പല്ലവാസും പാണ്ഡ്യാസും വന്നിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ആയിരുന്നു. ഇവർ വന്നിട്ട് സൗത്ത് ഇന്ത്യയിൽ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു റൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ ബ്രാഹ്മിൻസിന് ലാൻഡും അതുപോലെ ടെമ്പിൾസിനും ലാൻഡ് കൊടുത്തതോടുകൂടി അഗ്രികൾച്ചർ ഗ്രോത്തിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. അതേസമയം ഇവർ വന്നിട്ട് ദ്രാവിഡിയൻ സ്റ്റൈലിൽ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Pallavas and the Pandyas were important dynasties in South India. They ruled around the same time the land grant system spread to the south. They granted lands to the Brahmins and temples, which helped agriculture growth. They also built many famous temples in the Dravidian style. Question. What is Dravidian style architecture? Dravidian style architecture പറഞ്ഞാൽ എന്താണ്? ദ്രാവിഡിയൻ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റൈലായിരുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്തത് പല്ലവാസ് ആണ്. ആ കാലഘട്ടത്തിൽ ടെമ്പിൾസിൻ്റെയൊക്കെ മെയിൻ സ്ട്രെയിനെ ശ്രീകോവിൽ എന്നും അതുപോലെ ടവറിനെ വിമാന എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മധുരയിലുള്ള മീനാക്ഷി ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Dravidian style is a type of temple architecture that developed in South India. It was started by the Pallavas and features huge gateways called Gopuras. The temples have a main shrine called Sri Kovil and a tower called Vimana. The Meenakshi temple at Madurai is a famous example of this style. Question. What is special about Mahabalipuram? മഹാബലിപുരത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മഹാബലിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ഹിസ്റ്റോറിക് ടൗൺ ആണ്. പല്ലവ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ടെമ്പിൾസും സ്റ്റോൺ കാർവിങ്സ് ഒക്കെയാണ് ഈ ഒരു ഹിസ്റ്റോറിക് ടൗണിൽ ഫേമസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മഹാബലിപുരം പറഞ്ഞ സ്ഥലത്ത് ഷാരിയറ്റ് ടെമ്പിൾസും ഷോർ ടെമ്പിൾസും അതുപോലെ ലാർജ് റോക്ക് കാർവിങ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മഹാബലിപുരം ഒരു വേൾഡ് ഹെറിറ്റേജ് സിറ്റി ആയിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Mahabalipuram is a historic town in Tamil Nadu on the coast of the Bay of Bengal. It is famous for its temples and stone carvings from the Pallava period. It has monolithic chariot temples, the shore temple, and large rock carvings. UNESCO has declared Mahabalipuram a World Heritage City. Question. Who was Fahim? Fahim പറഞ്ഞാൽ ആരാണ്? ഫഹീൻ പറയുന്നത് ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലർ ആയിരുന്നു. ഇദ്ദേഹം 5th സെഞ്ച്വറി CEയിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തത്.
അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ചന്ദ്രഗുപ്ത ടു ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇന്ത്യൻ്റെ സൊസൈറ്റിയും ലൈഫിനൊക്കെ കുറിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ അറിയാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫഹീൻ വാസ് എ ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലർ. He visited India during the 5th century CE during the reign of Chandragupta II. He wrote about the society and life in India during that time. His writings gives us important information like the condition of the Chandalas. Question: What was the status of Sanskrit language during the Gupta period? Gupta period Sanskrit language in status എന്തായിരുന്നു? ഇപ്പോൾ ഗുപ്ത പീരീഡിൽ വന്നിട്ട് ഗുപ്താസിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് സാൻസ്ക്രിറ്റ് ആയിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത്. ഡ്രാമാസും പോയംസും ഉൾപ്പെടെയുള്ള കുറേ വർക്ക്സ് ഒക്കെ സാൻസ്ക്രിറ്റിലായിരുന്നു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലി ഭാഷയിൽ എഴുതിക്കൊണ്ടിരുന്ന ബുദ്ധിസ്റ്റുകളടക്കം സാൻസ്ക്രിറ്റ് ഭാഷയിൽ എഴുതാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സാൻസ്ക്രിറ്റ് റിസീവ്ഡ് റോയൽ പാട്രണേജ് ആൻഡ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. It was the official language of administration for the Guptas. Many great literary works, including dramas and poems, were composed in Sanskrit. Even Buddhists who used to write in Pali started writing in Sanskrit. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് one word type questions fill in the blanks type questions. Question: The practice of giving land grants was started by the Dash dynasty in the Deccan region. Answer: Sadavahanas. Next question. The founder of the Gupta kingdom was Dash. Answer: Sri Gupta. Question. The system where farmers were bound to the land and served landlords is called Dash. Answer: Indian feudalism. Question. The device with pots on a wheel used for irrigation was called the Dash. Answer: Gadiyandra or Aragata. Question. Associations of craftsmen and traders in the Gupta period were called guilds or Dash. Answer: Strenis. Question. The wealthy merchants of the cities who had a role in administration were known as Dash. Answer: Nagara Shreshtin. Question. The Chinese traveler who visited India in the 5th century CE during the reign of Chandragupta II was Dash. Answer: Fahim. Question. Graveyard keepers who were considered untouchables were called Dash. Answer: Chandalas. Question. The Prayaga Prasasti, which praises Samudragupta, was composed by his court poet Dash. Answer: Harisena. Question. The famous paintings in the Dash caves in Maharashtra belong to the Gupta period. Answer: Ajanta. Question. Kalidasa, a famous poet of the Gupta period, wrote the drama Dash. Answer: Abhijnana Shakuntala. Question. The iron pillar famous for not trusting is located at Dash near Delhi. Answer: Mehroli. Question. The land granted to a group of Brahmins was called Dash. Answer: Brahmadeya. Question. The land gifted to a temple or deity was called Dash. Answer: Devadanam. Question. A busy port under the Pallavas in South India was Dash. Answer: Mahabalipuram. Question. The South Indian style of temple construction that evolved during the Pallava period is known as the Dash style. Answer: Dravidian style. Question. The Pallava king, who was also a Sanskrit scholar and wrote Mattavilasa Prahasana, was Dash. Answer: Mahendravarma I. Question. The 5 monolithic temples at Mahabalipuram are known as the Dash temples. Answer: Radha temples. Question. A lexicon written by Amarasimha during the Gupta period is the Dash. Answer: Amarakosham. Question. The system of philosophy called yoga was proposed by Dash. Answer: Patanjali. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.